നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. തൂത്തൂർ ഫെറോനയിൽ BCC സംഗമം നടന്നു. അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് തൂത്തൂർ ഫെറോനയിൽ BCC സംഗമം നടന്നു. ഫെറോന വികാരി റവറന്റ് ഫാദർ ബെബിൻസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിരൂപത BCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഫെറോന കോർഡിനേറ്റർ ഫാദർ ജിബു ജെ സ്വാഗതം പറഞ്ഞു. പൂത്തുറ പുഷ്പഗിരി ഇടവകകളിൽ സ്റ്റുഡൻസ് ഫോറം രൂപീകരിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പേട്ട ഫെറോനയിലെ പുഷ്പഗിരി ഇടവകയിൽ ജനുവരി 21 ഞായറാഴ്ച സ്റ്റുഡൻസ് ഫോറം രൂപീകരിച്ചു. ഇടവക വികാരി ഫാദർ റോബിൻസൺ സ്റ്റുഡൻസ് ഫോറത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ പഠനവും കലാപരവുമായ കഴിവുകൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് സ്റ്റുഡൻസ് ഫോറത്തിലൂടെ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത്. സ്റ്റുഡൻസ് ഫോറത്തിന്റെ പുഷ്പഗിരി ഇടവക പ്രസിഡന്റായി ആരോൺ രാജൻ, വൈസ് പ്രസിഡന്റായി അലോണ ജോയ്, സെക്രട്ടറിയായി ആനറ്റ് ഡേവിഡ് ജോർജ്, ജോയിന്റ് സെക്രട്ടറിയായി ജോയൽ ജോൺ, ക്യാഷറായി നോഹയെയും തിരഞ്ഞെടുത്തു. മതബോധന സമിതിയിലെ അധ്യാപകർ ആനിമേറ്റർ ശോഭ, എഡ്യൂക്കേഷൻ കൺവീനർ സോണിയ ലിജോ, പ്രധാന അധ്യാപിക അനിറ്റ ഡേവിഡ് എന്നിവർ സന്നിഹിതരായിരുന്നു. പൂത്തുറ ഇടവകയിൽ ജനുവരി 21 ഞായറാഴ്ച ബൈബിൾ പ്രതിഷ്ഠയെ തുടർന്ന് ഇടവക വികാരി ഫാദർ ബീഡ് മനോജ് ദീപം തെളിയിച്ച് സ്റ്റുഡൻസ് ഫോറത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആത്മീയ, സാമൂഹിക, പഠന, കലാകായിക, സാംസ്കാരിക രംഗങ്ങളിൽ മികവ് പുലർത്തുവാൻ അവരെ പ്രാപ്തരാക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്റ്റുഡൻസ് ഫോറത്തിലൂടെ നടപ്പിലാക്കി വരുന്നത്. ക്യൂരിയസ് ക്വിസ് മത്സരം നടത്തി പാളയം ഫെറോന വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി. വിദ്യാർത്ഥികളുടെ പൊതുവിജ്ഞാനവും പഠന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്ന ക്വിസ് മത്സരം ക്യൂരിയസ് എന്ന പേരിൽ തിരുവനന്തപുരം അതിരൂപത പാളയം ഫെറോന വിദ്യാഭ്യാസ ശുശ്രൂഷ നടത്തി. ജനുവരി 13 കിള്ളിപ്പാലം സെന്റ് ജോർജ് പള്ളി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഫെറോന കോർഡിനേറ്റർ ഫാദർ ശാന്തപ്പൻ ഉദ്ഘാടനം ചെയ്തു. 1ഉം 2ഉം സ്ഥാനം പാളയം ഇടവകയിലെ ടീമുകൾ കരസ്ഥമാക്കി. 1ാം സമ്മാനമായി 5000 രൂപയും 2ാം സമ്മാനമായി 4000 രൂപയും നൽകി. 3ാം സമ്മാനം കരസ്ഥമാക്കിയ കിള്ളിപ്പാലം ഇടവകയിലെ ടീമിന് 3000 രൂപ ക്യാഷ് പ്രൈസ് നൽകി. 4ാം സ്ഥാനം നേടിയ മണക്കാട് കുടപ്പനക്കുന്ന് ഇടവക വിദ്യാർത്ഥികൾക്ക് 2000 രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകി. അതിരൂപത വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി ഡയറക്ടർ ഫാദർ സജു റോൾഡൻ സമ്മാനദാനം നിർവഹിച്ചു. നവീകരിച്ച അതിരൂപത ന്യൂസ് പോർട്ടലിന്റെ പ്രകാശനവും സ്വർഗീയം കരോൾ ഗാന മത്സരത്തിന്റെ സമ്മാനദാനവും നടന്നു. നവീകരിച്ച അതിരൂപത ന്യൂസ് പോർട്ടലിന്റെ പ്രകാശനവും സ്വർഗീയം കരോൾ ഗാന മത്സരത്തിന്റെ സമ്മാനദാനവും നടന്നു. നിലവിലെ അതിരൂപത ന്യൂസ് പോർട്ടലായ www.archtvmnews.com പുതിയ രൂപം. ജനുവരി 19 വെള്ളിയാഴ്ച വെള്ളയമ്പലത്ത് നടന്ന ചടങ്ങിൽ നവീകരിച്ച അതിരൂപത ന്യൂസ് പോർട്ടൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിനസ് പെരേര പ്രകാശനം ചെയ്തു. ശുശ്രൂഷ കോർഡിനേറ്റർ റവറന്റ് ഡോക്ടർ ലോറൻസ് കുലാസ് അധ്യക്ഷത വഹിച്ചു. നവീകരിച്ച ന്യൂസ് പോർട്ടലിൽ അതിരൂപത, ഫെറോന, ഇടവകതല വാർത്താ വിഭാഗങ്ങൾ, കേരള സഭയിലും ഭാരത സഭയിലും ആഗോള സഭയിലും നടക്കുന്ന വാർത്തകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒപ്പം അതിരൂപതയിലെ എല്ലാ ശുശ്രൂഷകളുടെയും വാർത്തകൾ മൊത്തമായും ശുശ്രൂഷകളുടെ അടിസ്ഥാനത്തിലും തരം തിരിച്ച് വായിക്കാൻ സാധിക്കും. ഇതിനു പുറമെ വിനിമയ പബ്ലിക്കേഷൻസ് എന്ന പേരിൽ അതിരൂപതയിൽ നിന്നും പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ ഓൺലൈനായി ഓർഡർ ചെയ്യാനാകും. ജീവനും വെളിച്ചവും മാസികയുടെ പഴയ ലക്കങ്ങൾ PDF ആയി ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അനുദിന വചനങ്ങൾ, അനുദിന വിശുദ്ധർ തുടങ്ങിയ വിവരണങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. നവീകരിച്ച പോർട്ടലിൽ നിന്നും അതിരൂപതയുടെ ഔദ്യോഗിക സൈറ്റിലേക്കും സമൂഹ മാധ്യമ പേജുകളിലേക്കും KRLCCയുടെ മാട്രിമോണിയൽ സൈറ്റിലേക്കും പ്രവേശിക്കാനും സന്ദർശിക്കാനും സാധിക്കും. ITI സ്കോളർഷിപ്പ് കേരള സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് അപേക്ഷ സ്വീകരിച്ചു. സർക്കാർ അംഗീകൃത പ്രൈവറ്റ് ITകളിൽ 1ഉം 2ഉം വർഷത്തെ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട BPL വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യ അനുപാതികമായി ഫീസ് റീഇംപ്രൂവ്മെന്റ് ചെയ്ത് നൽകുന്നതിലേക്കായി കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിക്കുന്നു. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി എന്നീ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹത. ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കണം. അതിരൂപത പാസ്റ്റർ കൗൺസിൽ യോഗത്തിൽ തോമസ് ജെ നെറ്റോ പിതാവ്. അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ യോഗം വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ നടന്നു. അജപാലന ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ഷാജു വില്യമിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ സജു റോൾഡൻ സ്വാഗതമേകി.
സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അതിരൂപത അധ്യക്ഷൻ മോസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ മെത്രാപ്പൊലീത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ് തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. ഭരണഘടനാ മൂല്യങ്ങൾ വ്യാപകമായി ധ്വംസിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ സേവനം ചെയ്യുന്ന നാം ഓരോരുത്തർക്കും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് തന്റെ സന്ദേശത്തിൽ അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത പറഞ്ഞു. ആദിമസഭയെ മാതൃകയാക്കി എല്ലാവരും തങ്ങൾ പാരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2033 മഹാജൂബിലിയുടെയും അതിരൂപതയുടെ ശതാബ്ദിയുടെയും പശ്ചാത്തലത്തിൽ വരും ദിനങ്ങളിൽ അതിരൂപതയുടെ ഭാവി ലക്ഷ്യങ്ങൾ കണ്ടെത്തി യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യാധിഷ്ഠിത പദ്ധതി നിർവഹണ പ്രക്രിയയിൽ കാര്യക്ഷമമായി എല്ലാവരും ഇടപെടണമെന്നും മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. അതിരൂപതയിലെ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ദീപശിഖ പ്രയാണവും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും നടന്നു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ പലതരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം ഭവനങ്ങളിലും അതുവഴി സമൂഹങ്ങളിലും എത്തിക്കാൻ അതിരൂപതയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ ദീപശിഖ പ്രയാണം നടന്നു. ലഹരിക്കെതിരെ നടത്തുന്ന ശക്തമായ ക്യാമ്പയിൻ വഴി വരും തലമുറയിൽ ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി ജീവിതമാണ് ലഹരി എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തരാക്കും. അതിരൂപതയിലെ സ്കൂളുകളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തോടെ നടത്തുന്ന ഇത്തരം മാതൃകാപരവും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായി ആഷി സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ ടൈസൺ വൈ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.